ഇവിടെ എന്ന് പറഞ്ഞാൽ കയറ് കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. കണ്ടാ രസല്ലേ കാണാനായിട്ട്. ഹലോ എവ്രി വൺ, ഇറ്റ്സ് മിലിസസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പൊ നമ്മളുടെ എറണാകുളം മാർക്കറ്റിലുള്ള രണ്ടാമത്തെ വ്ളോഗാണ് ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എറണാകുളം മാർക്കറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് പുതിയ മാർക്കറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇനോഗ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഉണക്കമീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉണക്കമീൻ ഞാൻ വാങ്ങിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അല്ല, ഇവിടെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പലചരക്ക് സാധനങ്ങള്, പിന്നെ പച്ചക്കറികള്, പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ, അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കണ്ടോ, ഉണക്കമീൻ. ഇതിന്റെ പിന്നെ നന്ദൻ, പിന്നെ അതുപോലെ തന്നെ കുഴുവ ചെറുതുണ്ട് വലുതുണ്ട്. ഈ മണം കേൾക്കുമ്പോ തന്നെ, കേൾക്കുമ്പോഴല്ല മണം. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ആ ഒരു തനിമ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള കടകളാണ്. കണ്ട ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരോ കടകൾ ഉണ്ട് അങ്ങോട്ട്. ഓക്കെ, ബായ് ബായ്, എന്നെ മറന്നിട്ടില്ല. ഓ മൈ ഗോഡ്. ഓ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോണ്ടല്ല ബായിനെ നമ്മള് പേര് പറഞ്ഞേ, എന്റെ പേര് പറഞ്ഞു. അതല്ലല്ലേ എന്റെ പേര് ലിച്ചു കൊച്ചിക്കാരി. പക്ഷെ പറഞ്ഞിട്ടാ, ഞാൻ വിചാരിച്ച എന്നെ മറന്നുപോയായിരിക്കും. സെയിം അല്ല, ഞാൻ ഒരാള് മാത്രമേ ഉള്ളൂ. അത് തന്നെ. എങ്ങനെയുണ്ട് ഷിംലയിലൊക്കെ? എങ്ങനെ ഷിംല? അടിപൊളിയായിട്ടുണ്ട്. എന്താണ് വീഡിയോ കാണണ്ടതാ? അപ്പൊ ഞാനിത് ഇടുമ്പോ തന്നെ അയച്ചു കൊടുത്തോട്ടാ വൈഫിന് കേട്ടാ. ഫസ്റ്റ് എനിക്ക് ഫോട്ടോ എടുത്തേ. അത് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടുകാരൻ പറഞ്ഞത് ലിസി കൊച്ചി കുറെ നോക്കട്ടെ. ലാസ്റ്റ് ഈ ആൾക്കിന് കാണാം, ഈവന് കാണാം, എല്ലാവരും കാണാം. നോക്കട്ടെ. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ഇടുന്നുണ്ട്, അപ്പൊ അയച്ചു കൊടുത്തോ. എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് അപ്പൊ ആയിട്ടില്ല. ഇവിടെ തിരക്കൊക്കെ ഉണ്ടോ? തിരക്ക് ഇപ്പൊ നാളെ ഇന്ന മാർക്കറ്റ് പുതിയ ഉദ്ഘാടനം. അതിന്റെ കാര്യം എന്നാണ്? ഇന്നായിരുന്നോ? ഇന്ന ഉദ്ഘാടനം. അപ്പൊ ഒരാഴ്ച എല്ലാം മാറിക്കും. അപ്പൊ നിങ്ങളൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യോ? മോളിക്കുണ്ട്. അയ്യോ, സെക്കൻഡ് ഫ്ലോർ പച്ചക്കറി താഴ്ത്തുണ്ട്. സെക്കൻഡ് ഫ്ലോർ നമ്മുടെ മോളിക്കുണ്ട്. ഓക്കെ, താഴത്ത് പച്ചക്കറിയും സെക്കൻഡ് ഫ്ലോറിലാണ് ഇങ്ങനത്തെ ഉണക്കമീൻ, ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനെ ഐറ്റം. മോളിക്കട്ട് അടിയിൽ മൊത്തം പച്ചക്കറി. സങ്കടമില്ല, മോളിക്കുണ്ട്. മോളിലേക്ക് ആൾക്കാർ വരില്ല. പ്രായ ചില്ലറ പിടിക്കുന്ന. അതാണ് പ്രശ്നം ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാർക്കറ്റിൽ ഇപ്പൊ റോഡ് സൈഡിലാണ്. ഇങ്ങോട്ട് കേറുമ്പോഴത്തേക്കും നമുക്ക് ഒരു കടയുണ്ട്, അതിന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ വീണ്ടും അടക്കുക ഇപ്പൊ. അപ്പൊ ഇവരൊക്കെ അങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും ആളുകള് അതെ സത്യം. പിന്നെ സഞ്ചില് പച്ചക്കറി എന്താ ചേച്ചിമാരി ചേട്ടന്മാരി എന്താ. അപ്പോൾ എവിടെ എന്താ മോളിക്കുണ്ട്. കേറാനുള്ള ബുദ്ധിമുട്ട് അതാണ്. ഭയങ്കര സങ്കടം വന്നത് ഇവിടുത്തെ വന്നത്. സങ്കടം, ഭയങ്കര സങ്കടം. മോളി പറഞ്ഞ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്. മോളി പറഞ്ഞത് വേറെ കേരളം പോയി. അത് പോയി. കേരളം മാത്രമേ എല്ലാ രാജ്യം പോയില്ലേ. യുദ്ധവരും അടക്കം പറഞ്ഞ ഷിംലയില്ല, നമ്മുടെ ഡാർജിലിംഗ്. ഇപ്പൊ എന്താ മാർക്കറ്റ് കറങ്ങുമായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കറങ്ങാം. അതല്ലേ നമ്മുടെ മേത്തർ ബസാറിലെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ ആ വഴി എന്നാ പിന്നെ ഇതും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങള് നമ്മുടെ മാർക്കറ്റിന്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഫുൾ പറഞ്ഞത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും മേ ബി ഇവർക്ക് എങ്ങനെയാണ് കച്ചവടവും കാര്യങ്ങളൊക്കെ കുറയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാല് അതൊരു കാര്യം ശരിയാണ്. ബിൽഡിംഗ് ഒക്കെ നല്ല നാലുകെട്ടൊക്കെ പോലെയാണ് പണിത് വെച്ചേക്കുന്നത്. എത്ര മുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അല്ലല്ല, അപ്പൊ അതുകൊണ്ടിട്ട് ചിലപ്പോ പറയാൻ പറ്റത്തില്ല. കാരണം പുതിയ ബിൽഡിംഗ് ആകുമ്പോഴത്തേക്ക് മേ ബി ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ സെക്കൻഡ് ഫ്ലോറിലാകുമ്പോഴത്തേക്കും മടി വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. പുതിയ മാർക്കറ്റ് നോക്കട്ടെ പറഞ്ഞത്. പുതിയ മാർക്കറ്റ് നോക്കട്ടെ ചിലപ്പോ ഒരു മാസം 2 മാസം വരും. പിന്നെ അത് പറഞ്ഞില്ല. എല്ലാം മുൻകൂട്ടി ചിന്തിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് കച്ചവടം നാളെ മോലാലി 10 രൂപ കൂട്ടി തരും. കച്ചവടം മോശം എത്ര ദിവസം മോശമായി. പിന്നെ മോലാലി പറഞ്ഞതായി ഒക്കെ ശമ്പളം കുറവ്. പിന്നെ മോലാലി പറഞ്ഞത് വേറെ കട നോക്കട്ടെ. ഇത്ര മൂന്ന് ദിവസം വന്നത് സങ്കടമല്ലേ. വേറെ കടയിൽ നോക്കട്ടെ പറഞ്ഞത് എത്ര അത്യാവശ്യമാവും. അപ്പൊ എനിക്ക് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇല്ല. ഇനി മടിയായി.
അപ്പൊ എന്ത് ചെയ്യണം വേറെ നോക്കട്ടെ ഇപ്പൊ നമുക്ക് പ്രശ്നമല്ല അത് എത്ര ദിവസം 3 ദിവസം ഒരു ട്രെയിൻ പുള്ളിയൊരു ഭാര്യ ഉണ്ട് ആവശ്യം വേറെ കുറെ നോക്കട്ടെ പറഞ്ഞിട്ട് നമുക്ക് എത്ര സങ്കടം വരും ആത്മാർത്ഥ വിശ്വസിക്കുമ്പോൾ കടയിൽ നിൽക്കണം വേറെ കടയിൽ പോകണം ഇത്ര 10 കൊല്ലമായി പിടിച്ചേ ഉണക്ക് ഇവിടെയാ ആ മണ്ണ 14 കൊല്ലമായി നേരത്തെ ഹോട്ടലിൽ ഹോട്ടലിൽ ഇവിടെ അപ്പൊ 10 കൊല്ലമായി പിടിച്ചേ ഇത് 10 കൊല്ലമായി അപ്പൊ എന്താ കുഴപ്പമില്ല ലീസിലെന്ത് റൂം അത് മാസം 3000 കൊടുക്കണം വാടക അപ്പൊ കുഴപ്പമില്ല സാർ എല്ലാ കുഴപ്പമില്ല എല്ലാം ഉഷാറാകട്ടെ അതെ എല്ലാം റെഡി ആവട്ടെ എന്റെ വീഡിയോ കണ്ടായിരുന്നു വൈഫും പിള്ളേരൊക്കെ കണ്ടായിരുന്നു അപ്പൊ നമ്മളെ ഭാഷയിൽ സംസാരിക്കണ്ട ആ भाषाले अब जति पनि मेरो भिडियो हेर्दैछ जति पनि म केरलामा छु मेरो परिवारमा मेरो साथीभाइ गाउँलेहरूले हेर्दैछ भने चाहिँ लुसी कोचीको भिडियो हेर्नु सेयर गर्नु राम्रोसँगले म नेपाली हो मेरो नाम जयराज हो म सामसिङ हो डिस्ट्रिक्ट जलपाइगुडी हो सिलगढी हाम्रो मार्केट पर्छ भुटान नेपाल अलग अलग पर्छ हाम्रो अध्यय तर म नेपाली जयराज हो जतिले नै हेरे पनि राम्रोसँगले हेरिदिनुहोस् लुसी कोचीको भिडियोलाई लाइक गरिदिनुहोस् म नेपाली हो ഓക്കെ അന്നൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞത് ഒന്ന് മലയാളത്തിൽ പറഞ്ഞത് മലയാളം പറഞ്ഞത് ഇപ്പൊ ഞാൻ നേപ്പാളി എല്ലാവരും നമ്മുടെ ഫാമിലി നമ്മുടെ കൂട്ടുകാരി എല്ലാ സ്വന്തക്കാരെയും നോക്കട്ടെ അപ്പൊ നോക്കട്ടെ ഞാൻ നേപ്പാളി ജയരാജനെ കേരളം ജോലി അടിക്കണം അങ്ങനെ പറഞ്ഞത് പിന്നെ അതിൽ കാണാത്ത ഇത് ലൈക്ക് അടിക്കണം കൊച്ചിയിലെ ലൈക്ക് അടിക്കണം അതെ അപ്പൊ കാണാ എങ്ങനെയുണ്ട് ഇക്ക കച്ചവടമൊക്കെ അങ്ങോട്ട് മാറുമ്പോ സെറ്റ് ആവും ഇൻഷാല്ലാ ഉഷാറാകട്ടെ അതെ അതെ ആളുടെ വിഷ്ണു 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 അല്ല വിഷ്ണു തിങ്കളാഴ്ച വന്ന മതി തിങ്കളാഴ്ച ഞായറാഴ്ച മുടക്കവും തിങ്കളാഴ്ച വരുമ്പോൾ എല്ലാം ഒപ്പൺ ഉണ്ട് ഞായറാഴ്ച മുടക്കണം തിങ്കളാഴ്ച വരും എല്ലാ കട ഓപ്പൺ ആവും മോലക്കില്ല മോലക്ക് അടക്കിടക്കാവും ഓരോരോ ഷട്ടറാണല്ലേ ഗൈസ് അപ്പോ എന്താണ് നമ്മുടെ എറണാകുളത്തെ പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ ബിൽഡിംഗ് ഓപ്പൺ ചെയ്തിരുന്നു 3 മണിക്ക് മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ച് പേരൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് ഉദ്ഘാടനം ആയത് കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ എന്തായാലും വരണം കാരണം ഞാനിപ്പോ വ്ളോഗിന് വേണ്ടിട്ട് വന്നതാണ് ഇന്ന് കഴിഞ്ഞോളന്ന് പറഞ്ഞു ലിച്ചൂസ് കൊച്ചിക്കാരി പേര് കിട്ടൂല അതാണ് വായി കിട്ടാത്ത പേരാണ് പക്ഷേ ഈ ഒരു പേര് കൊണ്ട് ഞാൻ എവിടെ പോയാലും അറിയാ നല്ല പേരാണ് ഓ അയ്യോ പാവല്ലേ ഷോ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നെ മറന്നുപോയിന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പുള്ളി മറന്നിട്ടില്ല ബായ് അടിപൊളിയാണ് അപ്പൊ ആരാണത് ഇനി നമ്മള് കുറച്ച് നമ്മളുടെ ഈ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊട്ട അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ് കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കണ്ടാ രസല്ലേ കാണാനായിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കണ ഇവിടെ ഇങ്ങനത്തെ പായ പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ എലിപ്പെട്ടി ഇതെന്റെ വീട്ടിലുണ്ടായിരുന്നു ഒരിടക്ക് ഇപ്പൊ എലിയൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ വീട്ടിലതൊന്നുമില്ല ചിരട്ടക്കയിൽ ഇതൊക്കെ ഇപ്പൊ ഒരു ഓർമ്മയാണ് കഴിച്ച ആരെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടാ എനിക്കിഷ്ടമായിരുന്നു ചിരട്ടക്കയിൽ ഇപ്പൊ എന്റെ വീട്ടിലൊന്നും ഇല്ലട്ടോ എന്റെ വീട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഉറങ്ങൂട്ടേ ഇരിപ്പുണ്ടോ തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ കുറച്ച് സവാള ഉള്ളി അങ്ങനത്തെ കടകളാണ് ഇവിടെ നമ്മൾ കറങ്ങി ഇപ്പുറത്ത് തന്നെ എത്തി എനിക്ക് പുതിയ മാർക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പഴയ മാർക്കറ്റാണ് എനിക്കിഷ്ടം എല്ലാം ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളേ ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനത്തെ കടകളാണ് ഈ മറ്റേ ടൊമാറ്റോ സോസ് പിന്നെ അരി പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ
പിന്നെ പരിപ്പ് കണ്ട കൊറേ കടകളൊക്കെ അടച്ചു ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവുമായിരിക്കും, അതാണ്. ഇവിടെയൊന്നും ഇല്ല. ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എല്ലാരും എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്താ പച്ചക്കറി കടയും ഉണ്ട് ഇവിടെ. നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. ഇതിങ്ങനെ ഓരോരോ ലെയർ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ചേക്കണാണ്. അതാ ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാ, പൂജാ സാധനങ്ങളും അങ്ങാടി മരുന്നുകളും. ഇവിടെ പച്ചക്കറികളാണ് കേട്ടോ. അല്ലല്ല, വീഡിയോ ജസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഇപ്പൊ ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. നല്ല ഫ്രഷ് സാധനം. ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. എന്റെ പേരെന്തായിരുന്നു? ആ പേര് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. ഗൈസ്, അപ്പൊ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. ചേട്ടാ, സവാള എത്ര കിലോ? 80. 80 രൂപയുണ്ട കിലോ സവാളക്ക്. ഒരിടക്ക് ഇതിങ്ങനെ കത്തി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കും സവാളയുടെ റേറ്റ്. സവാള, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ. അയ്യോ, മിക്ക കടകളും ഒഴിഞ്ഞു ഗൈസ്. എല്ലാം അങ്ങോട്ടേക്ക് മാറി. അതാണ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാരും ഇന്ന് തന്നെ മാറും അങ്ങോട്ട്? ആ, അപ്പൊ ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? പാർക്കിംഗ് ആക്കും, അതല്ലെങ്കിൽ ചിലപ്പോ പൊളിച്ച് പീസാക്കും. അങ്ങനെയാണ്. അപ്പൊ ഇന്നാളുടെ ഉദ്ഘാടനത്തിന് മന്ത്രി ഒന്നും ഉണ്ടായില്ലേ? എനിക്കറിയില്ലായിരുന്നു. കറക്റ്റ് 3 മണിക്ക് വന്നു. 3 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 3 മണിക്ക് വന്നു. ഷാർപ്പ് ടൈം. അപ്പൊ തന്നെ പോവുകയും ചെയ്തിട്ടാ. തിരക്കുള്ള പുള്ളിയല്ല. താങ്ക് യു. ഞാൻ എന്താണ് ഇപ്പൊ മേത്തർ ബസാറിലൊക്കെ നല്ല തിരക്കാണല്ലോ, അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇട്. ഓക്കെ. യൂട്യൂബിൽ ഇടണം എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക്. ഗൈസ്, അപ്പൊ എല്ലാരും ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയി തുടങ്ങി. കണ്ട, എല്ലാരും മാറ്റുന്നതിന്റെ ആ തിരക്കിലാണ് മിക്കവരും. ഇവിടെയൊക്കെ കൂടുതലും പച്ചക്കറി കടകളാണ്. ഇവിടെ എല്ലാം ഒതുക്കിയിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. കണ്ട, അപ്പൊ നമ്മൾ ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്ന പുതിയ മാർക്കറ്റ് ആണ്. 4 കെട്ടൊക്കെ പോലെ പണിതിട്ടിരിക്കുന്ന മാർക്കറ്റ്. സംഭവം കൊള്ളാം. പഴയ ഒരു തറവാടൊക്കെ പോലെ ഉണ്ട്. അന്ന് അതിന്റെ മേൽക്കൂരയൊക്കെ കണ്ടട്ടെ, പഴയ ഒരു ബിൽഡിങ്സ് ഒക്കെ പോലെ. ഗൈസ്, അപ്പൊ നമ്മള് പുതിയ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കേറാനായിട്ട് പോവാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഇത്രയും നാളും കാണാത്ത ആളുകളൊക്കെ നമ്മൾ കാണും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചേക്കണേ. അവരുടെ ഓരോ കടയുടെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ ഷോപ്പ്, വെജിറ്റബിളിന്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടാ. ആരോട് നമുക്ക് ഇക്ക എങ്ങനെയുണ്ട് ഇങ്ങോട്ടേക്ക് മാറിയിട്ട്? പറയോ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് മാറിയിട്ട്? മാർക്കറ്റ് സൂപ്പർ അല്ലേ? വന്നവർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഗുണം, വണ്ടി പാർക്ക് ചെയ്യാൻ, അങ്ങനെ എല്ലാത്തിനും നല്ല സൗകര്യമില്ല ഇവിടെ. മറ്റേ ലുലുലൊക്കെ കേറൂലേ, അതേ ഒരു കണ്ടീഷൻ ഇല്ലേ? ഇല്ലേ? പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതുണ്ടില്ലേ, ഈ ഐറ്റങ്ങളൊക്കെ പറയണ ഈ എല്ലാ സാധാരണ കടകളിലൊന്നും ഉണ്ടാവൂല. കണ്ടാ ഐറ്റങ്ങൾ കണ്ടാ? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഞാൻ പിന്നെ ഇത് പുറത്തു വെക്കാറില്ല. പിന്നെ ഇപ്പൊ ഈ മറ്റുള്ളവരെ അറിയണല്ലോ ഈ ഐറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. എറണാകുളം മാർക്കറ്റിൽ ഇന്ന സാധനമൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പൊ ഞാൻ 19 കൊല്ലമായി ചെയ്യാൻ തുടങ്ങി. ഇതാണ് നല്ലതായിട്ട് തോന്നണ, അല്ലെങ്കിൽ നേരത്തെ മാർക്കറ്റ് ആണോ? അത് കാലത്തിന്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ? ശരിയാണ്. അവിടുന്ന് മാറിയപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാക്കാൻ? നല്ല സൂപ്പർ അല്ലേ? ഇത് ഈ മാർക്കറ്റ് വൃത്തിയായി കിടന്ന ആ വന്നവരും അതേമാതിരി വൃത്തിയാവും. മാർക്കറ്റ് മോശമായി കിടന്നല്ല അതേമാതിരി മാർക്കറ്റ് മോശമാവും. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ നന്നായ നമ്മള് കാണുന്ന വഴിയിലൊക്കെ ഇടാതെ നല്ല സൂപ്പർ ആയിട്ടിരിക്കും. അതാണ് എന്റെ പരിപാടി. ഉഷാറായിട്ട് നടക്കട്ടെ. ഇത് യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഞാൻ ഇവിടെ മേത്തർ ബസാറിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു. എന്റെ പേരെന്താണ് നിന്റെയൊക്കെ? അത് ഗ്രീൻ പീസ് അറിയാലോ. പിന്നെ ഇതിനുള്ള നോക്ക്, ഇത് റോസ്മേരി, റോസ്മേരി, ഇത് തൈം, ഇത് പാർസലി, 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 ഇത് റോക്കറ്റ് ലെറ്റൂസ്, ഇത് വേറെ ഒരു ടൈപ്പ് ലെറ്റൂസ് ആണ്, പറഞ്ഞ മനസ്സിലാവൂല. പിന്നെ ലോലോ റോസ്, അതും ലെറ്റൂസ്, ദില്ലീപ്സ്, ലോട്ടസ് ടെമ്പ് ഉണ്ടോ? ലോട്ടസ് ടെമ്പ് ആ പോലെ, അതിന്റെ ഇപ്പുറത്തെ ലെമൺ ഗ്രാസ്, ഇത് മേത്തി ലീപ്സ്, ഉലുവച്ചീര, 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 പിന്നെ സ്പ്രിംഗ് ഓണിയൻ, റെഡ് യെല്ലോ ക്യാപ്സിക്കം, പിന്നെ ഇതിന്റെ പേര് സുക്കിനി, 2 കളറ്. ഇത് ബർത്ത ബ്രിഞ്ചാൾ എന്ന് പറയും, റാഡിഷ് വൈറ്റ്, ചൈനീസ് ക്യാബേജ്, ഐസ്ബർഗ്, ഓക്സ ലെറ്റൂസ് എന്ന് പറയുന്നത്, ഇത് ലോലോ റോസ്. വെജിറ്റബിൾസ് ആണ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഇത് ടർണിപ്സ്, ഇത് നൂൽക്കോല്, പിന്നെ വെളുത്തുള്ളിയൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ കുറെ. ഇത് റോമൻ ലെറ്റൂസ് എന്ന് പറയും. അതൊക്കെ മഴ കാരണേ മോശമായി. അതിവിടെ വന്നപ്പോൾ സംഗതി വന്നു. പിന്നെ ബേസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉണ്ടായി, അതൊക്കെ എടുത്ത് വലിച്ച കളഞ്ഞാണ്, കാണിക്കാൻ പറ്റില്ല. ഇന്ന് ബിസിനസ് ഇല്ലല്ല. ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് എടുത്തു വെച്ചാണ് സാധനം കാണുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചാണ്. അപ്പൊ ഇവിടെ ചാനലുകാര് കംപ്ലീറ്റ് അങ്ങോട്ട് നോക്കി നിന്നിട്ടേ ഇങ്ങോട്ട് പോരാൻ പറ്റിയില്ല. അപ്പൊ പുള്ളിക്കാരൻ അപ്പത്തന്നെ തിരിഞ്ഞു. അപ്പൊ അവര് ഇതൊക്കെ സെറ്റ് ചെയ്ത് അവര് വരാനായിട്ടിരുന്നു. അങ്ങനത്തെ സാധനമാണ് സെറ്റ് ചെയ്തത്, പുള്ളിക്കാരന് കൊടുക്കാൻ വേണ്ടിട്ട്. അവര് 2-3 പേര് വന്നു. അതില് ഒരു ബക്കറ്റ് വേറെ അവരുടെ തന്നെ ആൾക്കാർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ബക്കറ്റിനൊക്കെ 450 രൂപ അല്ലേ. അത് വാങ്ങിച്ച് സെറ്റ് ചെയ്താണ് പെട്ടെന്ന്. രാവിലെ അവര് നടക്കണാണ് ഈ ഒരു കട സെറ്റപ്പ് ആയിട്ട് ഉള്ളത് കിട്ടാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒരു ഭംഗി വേണമല്ല. ഇതിപ്പോ വാടിയിട്ടാണ്. രാവിലെ നല്ല സൂപ്പറായിരുന്നു, കാറ്റുള്ളത് വാടും. അപ്പൊ അത് അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ പുറത്തു വെക്കൂല.
ഇനിയുണ്ട് ഐറ്റങ്ങള്, കണ്ടമാന ഇഷ്ടം ഐറ്റം ഉണ്ട് ഇതിൽപ്പെട്ട ഐറ്റങ്ങൾ. ഇവിടെ ഉള്ളവരൊക്കെ ഇത് കണ്ട് ആയിട്ടില്ല. ഗൾഫിലൊക്കെ പോയി ഇതെല്ലാരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നല്ല സൂപ്പർ സാധനമാണ് ചെറിയ കുറെ ഐറ്റങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ. ഇല്ലേ, ആദ്യം അങ്ങനെ അധികം വന്നു തുടങ്ങിയിട്ടില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് നമ്മളുടെ നേരത്തെ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഇവിടെ കൂടുതലാണ്. അതാണെന്ന് പറഞ്ഞാല് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ ഇരുട്ടായിരിക്കും ആ മാർക്കറ്റിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലുലു മാൾ സെറ്റപ്പ് പോലെ ലൈറ്റും ഫാനും എല്ലാം കുറച്ചും കൂടെ നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ അത് മാത്രല്ല ഓരോരോ പോർഷൻ ഇങ്ങനെ തിരിച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ കടയുടെ പേരും അതുപോലെ തന്നെ ആരാണ് ഓണർ അവരുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത നിലയിലേക്ക് കയറാം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇത് കണ്ടോ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നേക്ക. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടെ നമ്മള് കണ്ടോ ലേഡീസിന് ഒരു വാഷ്റൂമും കാര്യങ്ങളും അത് ഏരിയ എല്ലാം തിരിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മൾ നേരത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്രൗഡ് ആയിരിക്കും അവിടെ. അത്രയും ലിഫ്റ്റ് ഇല്ലേന്നാവോ ദൈവമേ. ഞാൻ കണ്ടില്ലായിരുന്നു. അതും കൂടെ വേണമായിരുന്നു, കാരണം ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തെങ്കിൽ പിന്നെ. ഇവിടെയാണോ മറ്റേ ഇത് പറഞ്ഞേ ഉണക്കമീനിന്റെ ഒക്കെ സെക്ഷൻ? ഉണക്കമീൻ വെജിറ്റബിൾസ് ഒക്കെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫ്ലോറിലാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഡ്രസ് ചേഞ്ചിങ് റൂം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാട് ഓടുമ്പോ നടുവേ ഓടണോന്ന് പറയില്ലേ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതെ, വണ്ടി കച്ചവടത്തിന് ഏതെങ്കിലും പ്ലേസ് ആണെങ്കിലും ഇത് കണ്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഓരോരുത്തർ ആക്ച്വലി എന്താണ് ഓരോരുത്തർ നിക്കുന്ന കണ്ടിട്ട് എനിക്ക് മറ്റേ മാളിലൊക്കെ കപ്പിൾസ് ഒക്കെ നിക്കില്ലേ അതുപോലെ. ഇതാണ് കേട്ടോ നമ്മള് ചിക്കൻ സ്റ്റാളൊക്കെ ഇവിടെയാണ് വരുന്നേ. വിഷ്ണു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ മാർക്കറ്റ് നമുക്ക് കാണാം. എന്നാൽ അങ്ങോട്ടേക്കല്ല, ഇത്രയും ഭാഗം.
ഇവിടെയൊക്കെ ആയിട്ടാണ് ചിക്കൻ സ്റ്റാളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നമ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല, കാരണം ആരും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. ആൻഡ് ഇപ്പുറത്ത് എന്താന്ന് നോക്കാം നമുക്ക്. ഇപ്പുറത്ത് എനിക്കൊന്നും കടകളൊക്കെ തന്നെയുണ്ട് ഇവിടെ. ഐ മീൻ മറ്റേ ഉണക്കമീനിന്റെ ഒക്കെ കടയായിരിക്കാം ഇവിടെ വന്നത് കൂടുതൽ. എനിക്ക് അറിയത്തില്ല പ്രോപ്പറായിട്ട്, കാരണം ആ ചേട്ടൻ പറഞ്ഞൊരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേട്ടാ. മേ ബി ഇവിടെയും അത് തന്നെ ആയിരിക്കാം, കാരണം പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. മേ ബി അതായിരിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലുലു മാളിലൊക്കെ പോകുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇത് കണ്ടത്, ഇത് നോക്കിക്കേ, വാഴപ്പഴം, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ്, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ എവിടെയാണ്. അതെല്ലാം ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വരുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, കാരണം ഇത്രത്തോളം എനിക്ക് തോന്നുന്നു ഒരു 4 നില എന്തോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ആർക്കും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് വരുന്നവർക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വഴി കൂടെയാണ് ഇറങ്ങണേന്നുള്ളത് ഞാൻ മറന്നുപോയി നമ്മ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴേ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ്. എന്ന് പറഞ്ഞാല് 10 രൂപ ആപ്പിള് 10 രൂപ ഒന്നും കിട്ടില്ല. എന്നാലും സവാള അല്ലല്ലോ, നമ്മുടെ കുഞ്ഞു പച്ചക്കറികളൊക്കെ ഇല്ല, അതൊക്കെ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ വളരെ രസകരമായിട്ട് തോന്നുന്ന കാര്യമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. പണ്ടത്തെ പോലെ നമുക്കിപ്പോ 10 രൂപ ഒന്നും കിട്ടത്തില്ല, അത് വേറെ കാര്യം. ഞാൻ പണ്ടത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സ്ഥലം ഇറങ്ങണത് എവിടെയായിരുന്നു? പ്രായമുള്ള ആളുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ചിലപ്പോ കയറി വരാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ആ ചേട്ടൻ പറഞ്ഞ പോലെ. നല്ല രസമല്ലേ ബനാനയ്ക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. കണ്ടോ നിങ്ങൾ കേട്ടാ, 2 കിലോ ഓറഞ്ച് 100 രൂപ, 2 കിലോ ഓറഞ്ച് 100 രൂപ. ഒരു കിലോ ഓറഞ്ച് 50 രൂപ. 1 കിലോ ഓറഞ്ച് കേട്ടല്ലോ നിങ്ങള്. ഇത് ഇവിടെ മാത്രല്ല, നമുക്കിനി അങ്ങോട്ടും കേൾക്കാം. ഇത് ഇവിടത്തെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈലാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് നമ്മളെ പോലെ ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരിങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ വിളിക്കും. പഴം എങ്ങനെയാണ് ഏട്ടാ റേറ്റ്? 70 രൂപ കിലോ. 70 രൂപയാണ് കേട്ടോ പഴത്തിന്റെ റേറ്റ് വരുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല അത്യാവശ്യം അഫോർഡബിൾ ആണ് പച്ചക്കറിക്കും ഫ്രൂട്ട്സിനൊക്കെ. അതാണ് ഇവിടെ ആളുകൾ വരുന്നത്. ഇപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടത്തെ കുറച്ചും കൂടെ തിരക്കായിരുന്നു. ഇവിടെ പണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ആ തിരക്കൊക്കെ കുറഞ്ഞു. പണ്ട് നമുക്കുണ്ടല്ലോ ഒന്ന് നീങ്ങാൻ പോലും സ്പേസ് ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. ഇപ്പൊ ഇവിടെ തിരക്ക് കുറവാണ്. അല്ല ഇങ്ങനത്തെ നമുക്ക് കുഞ്ഞു കുഞ്ഞി പഴങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും, ഒരു പ്ലേറ്റിൽ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടതേ അങ്ങനെ നമ്മളിങ്ങനെ വെക്കും, ഓരോരോ പങ്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെക്കും.
എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് റേറ്റും കുറവായിരിക്കും. അതാണ് 30 രൂപ കേട്ടാ. ഇങ്ങനെ ഓരോരു പങ്കായിട്ട് നമ്മള് വീഡിയോ ചെയ്യണേ. ഇതെങ്ങനെയാണ് റേറ്റ് തന്നെ? കിലോ 80 രൂപ. ഓക്കെ. ആ ഓക്കെ ഓക്കെ ശരി. ലിച്ചൂസ് കൊച്ചിക്കാരി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഓരോ പങ്കല്ല, ഇത് കിലോ ആയിരിക്കും. 1/2 കിലോ 1 കിലോ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടാ. വീഡിയോ ചെയ്യാം. വീഡിയോ എടുത്താണ് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ. ഞങ്ങള് പുതിയ മാർക്കറ്റിന്റെ ഇത് വന്നപ്പോ അങ്ങനെ കാണിച്ചു നോക്കണം. റേറ്റ് എങ്ങനെയാണെന്നൊന്ന് പറയോ? അവിടുത്തെ റേറ്റിനെ കൂടി ഇവിടെ പാതി വില. 1.5 കിലോ 100. നാട്ടു വിലക്ക് വെക്കുന്ന സാധനങ്ങളാണ്, അത്രേ ഉള്ളത്. പിന്നെ അവിടെ പോകുമ്പോ മീൻ മാർക്കറ്റ് കയറണം, ലിഫ്റ്റ് കയറണം, ഓരോ കാര്യങ്ങളും ഉണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാ, നല്ലതാണ്, ജനങ്ങൾക്ക് തൃപ്തി തരണം. ഒരു കുറ്റമില്ല. പിന്നെ ഫുട്പാത്ത് കളയാൻ പാടില്ല. ഫുട്പാത്ത് നമുക്ക് എപ്പോഴും വേണം. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? അവിടത്തേക്കാളും കുറവാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇന്ന് സ്റ്റാർട്ടിങ് അല്ലേ, ഇപ്പൊ വില അറിയാൻ പറ്റില്ല. ഇതെല്ലാം പാതി വിലക്ക് നമ്മ ഇപ്പൊ 1 കിലോ അച്ചങ്ങി 20 ചാക്ക് 20 രൂപ എടുത്താലും ഇവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോ 20 രൂപ തന്നെ കിട്ടും. നഷ്ടം വരും, ലാഭം വരും. ചിലപ്പോ ലാഭം കിട്ടും, ചിലപ്പോ നഷ്ടം വരും. അതൊക്കെയാണ് ഒരു വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ. ഇത് ജനങ്ങളറിയില്ല, പണിക്കാർക്ക് പൈസ കൊടുക്കണം. അത് ഇതായിട്ടില്ല, അത് തീരുമാനിക്കണം. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതിന്റെ സംസാരിച്ചിട്ടില്ല. ഇവരുടെ കാര്യങ്ങൾ മാത്രമേ അവിടുത്തെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ പഴയ മാർക്കറ്റാണ് ഇപ്പൊ പുതിയതാക്കിയേക്കണം. പിന്നെ ഒരു മാർക്കറ്റ് അവിടെ കിടപ്പുണ്ട്. ഇനി ആ കച്ചവടം ഇങ്ങോട്ട് കിട്ടണം. അത് 1 മാസമെങ്കിലും 2 ആഴ്ചയിൽ പിടിക്കണം. അതാണ് ഏറ്റവും വലിയ. വേറെ നമുക്ക് ഒരു കുറ്റമില്ല, ബിസിനസ് നടക്കണം. ശരിയാകും എന്തായാലും. താങ്ക് യു. അതന്നെ എനിക്കിപ്പോ ഇതിന്ന് മനസ്സിലായത്, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് ബുദ്ധിമുട്ടില്ലാത്തുണ്ട്. എല്ലാം ശരിയാകുമായിരിക്കും. ഓറഞ്ച് എത്രയാണ് ഏട്ടാ? 80. 1 കിലോ 80 ട്ടാ. 1 കിലോ ഓറഞ്ച് 40 രൂപ. കണ്ടാ, ഇത് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട്. ഞാൻ ഇവിടേക്ക് വന്നാണ് കൂടുതലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആണ്. ഓക്കെ, നല്ല മാതരം ബായ്. ഇത് മതിന ബായ് കാര്യം. നല്ല മാതരല്ല आपले पाहिजे. ആൾ കൊറോണല്ലേ പായതല്ല മാതരണ്ടോ? കൊള്ളാം കൊള്ളാം. എങ്ങനെ റേറ്റ്? എങ്ങനെ? 100 രൂപ. 100 രൂപ. നിങ്ങളെ സ്റ്റൈലിൽ പറഞ്ഞേ. നിങ്ങളുടെ സ്റ്റൈലിൽ പറയോ? ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പുതിയ മാർക്കറ്റ് ഇപ്പൊ ഓപ്പൺ ചെയ്തില്ലേ, അതിനെ പറ്റിട്ട് എന്താ പറയാനായിട്ടുള്ളത്? ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ എല്ലാവർക്കും നല്ല ഡെവലപ്പ് ആയിട്ടുണ്ടല്ലോ. ഇത് കേരളത്തിൽ ഇങ്ങനത്തെ ആദ്യമായിട്ടൊരു മാർക്കറ്റ്, ഇത്ര നല്ലൊരു മാർക്കറ്റ് വേറെ ഇല്ല. എറണാകുളത്ത് ഒരു നല്ലൊരു മാർക്കറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. ആൾക്കാർക്ക് വന്ന് മേടിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനും ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയല്ലേ? എങ്ങനെയുണ്ട് ക്രിസ്മസിന്റെ തിരക്കൊക്കെ ഉണ്ടോ? തിരക്ക് 2 ദിവസം കഴിയുമ്പോ ഒന്നുകൂടി കൂടും. കുഴപ്പമില്ല, തിരക്കായിക്കൊണ്ടിരിക്കും. ഇവിടെ അങ്ങറ്റം വരെ ഇങ്ങനെ പച്ചക്കറി കടയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കറി പൗഡർ, വെളിച്ചെണ്ണ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു സൈഡും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചക്കറി, ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഇത് കണ്ടോ.
പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ തന്നെ അതെ അവിടെ നിന്ന് കേറുമ്പോ തന്നെ ഇങ്ങനെ ആളുകള് എന്താണ് 10 രൂപ ഒരു എന്താണ് അപ്പൂപ്പന് ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മള് പണ്ട് ഇവിടെ മാർക്കറ്റിൽ വരുമ്പോ കാണുന്ന ചേട്ടനാട്ടെ എപ്പോഴും പപ്പടം വിറ്റിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ നേരത്തെ ഞാൻ ഇവിടെ മാർക്കറ്റിലൊക്കെ വരുമ്പോ എപ്പോഴും കാണുന്ന ഒരു അപ്പൂപ്പനാണ്. എന്ന് പറഞ്ഞാല് ഇത്രയും പ്രായമായിട്ട് ആ ചേട്ടൻ പപ്പടം വിറ്റിട്ടൊക്കെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ നല്ലൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഈ ഒരു ചേട്ടൻ നല്ലൊരു പാഠമാണ്. കാരണം അങ്ങനെ ഉണ്ടോ എത്രയാണ് ഏട്ടാ എത്രയായിരുന്നു നമ്മള് കഴിഞ്ഞ ദിവസം കൂടെ വന്ന് നമ്മള് പച്ചക്കറി വാങ്ങിക്കാൻ വന്ന സമയത്ത് ആ ചേട്ടന്റെ അടുത്ത് നമ്മള് പപ്പടം വാങ്ങിച്ചായിരുന്നു കേട്ടോ. നമ്മളെപ്പോ വന്നാലും ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങിക്കുമ്പോ നമ്മള് പപ്പടം വാങ്ങിക്കാറുണ്ട്. കാത്തിപ്പഴോ ഇതെന്ത് പഴം കേട്ടോ? കാക്കിപ്പഴം അമ്മ ടേസ്റ്റ് ആണ്. കാക്കിപ്പഴോ അരക്കിലോ എടുക്കണോ? വേണോ? എനിക്ക് വേണ്ട. ഞാൻ റേറ്റ് ഒന്ന് അറിയാൻ കാക്കിപ്പഴം ഗൈസ് അപ്പൊ അതിന്റെ പേര് കിട്ടിയ കാക്കിപ്പഴം. ഞാൻ എന്താണെന്നറിയോ ഒന്നും വാങ്ങിക്കാത്തത്. കാരണം നമ്മൾക്ക് എന്തായാലും ആ ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഇവിടെ വരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അന്ന് വാങ്ങിച്ചിട്ട് തോന്നി. ഇന്നിപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ഈ സാധനങ്ങളും കൂടെ കയ്യിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ആവും. അതാണ് കേട്ടോ. വൈകിട്ടാവാൻ തുടങ്ങിയപ്പോ ഭയങ്കര തിരക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. കൂർക്ക ഫേവറേറ്റ് സാധനം. ചേട്ടാ അതില്ലേ എന്താണ് പുതിയ മാർക്കറ്റ് ഇപ്പൊ വന്നതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ഈ കടകളൊക്കെ ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടാ. മേ ബി അങ്ങോട്ട് മാറുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ടാകുമായിരിക്കും. എറണാകുളം മാർക്കറ്റിലെ ക്രൗഡ് കച്ചവടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കേട്ടല്ലോ നിങ്ങൾ, ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് രീതി കേട്ടാ. ആ സത്യം എനിക്ക് തോന്നിയായിരുന്നു നമ്മളെ പാട്ട് പാടുന്ന ഡബ്സിനില്ലേ, ഡബ്സി അറിയാൻ പാടില്ലായിരിക്കും. ആ ചേട്ടനെ പോലെ ഉണ്ട്. ആ ചക്കരപ്പറമ്പിലാണോ വീട്? ഞാൻ അതിന്റെ തൊട്ടപ്പുറത്താണ്. ചളിക്കോട്ടം നമ്മുടെ പുളിയാമ്പുള്ളി അമ്പലമൊക്കെ ഇല്ലേ, അമ്പലല്ലേ മറ്റേ ബോട്ട് ചെട്ടിയൊക്കെ ഉള്ള അവിടെ ആയിട്ട്.
കൊറ്റങ്കാവൊക്കെ എത്തണോ അതിന് മുമ്പായിട്ടാ? ഓക്കെ. വ്ലോഗ് ചെയ്യണ്, വണ്ടി കച്ചവടമാണ്, സൈഡിൽ കൂടെ വ്ലോഗ് ചെയ്യണം. എന്തെയാണെന്നാണ് ഞാൻ കേട്ടത്. പേരെന്താന്നാണോ ചോദിച്ചത്? ലിൻസി, ലിൻസി മരിയ. സാബു. ഓക്കെ, സാബു മോൻ. അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും നമ്മളുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നേരിട്ട് തുടങ്ങി, അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.